കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ നിശ്ചയിക്കുന്ന ഏതോ ഒരു കോന്തരുമായുള്ള കല്യാണത്തിന് മനസ്സില്ലാതെ അനു അവളുടെ ഏറ്റവും ബെസ്റ്റിയായ അർജുനോട് നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു. ഇത് കൊള്ളാമെന്ന് അർജുൻ സമ്മതിച്ചു. ബെസ്റ്റി ആയിരുന്ന അനുവുമായുള്ള കല്യാണം കഴിഞ്ഞപ്പോൾ അർജുൻ അവളെ ഭാര്യയായി കാണാൻ കഴിയുന്നില്ലായിരുന്നു. അർജുനൻ നടനാകണം എന്ന വലിയ സ്വപ്നമുണ്ടായിരുന്നെങ്കിലും അവൻ അനുവിൻ്റെ അച്ഛൻ്റെ സെറാമിക് ഫാക്ടറിയിലെ ടോയ്ലറ്റ് പരിശോധിക്കും ജോലിയിലായിരുന്നു. ദിവസേന ഒരേ ജോലി, ഒരേ മടുപ്പ്. അവൻ്റെ സ്വപ്നങ്ങൾ പതുക്കെ ഇല്ലാതായി. അതിനിടയിൽ അവൻ്റെ മറ്റൊരു ബെസ്റ്റിയായ മീരയെ കണ്ടു. അവൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അവനെ അഭിനയിക്കാൻ വിളിച്ചതോടെ മീരയോടുള്ള അടുപ്പം കൂടി. അനുവിന് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ വഴക്കുകൾ തുടങ്ങി അവരുടെ ബന്ധം ഡിവോഴ്സിലെത്തി. ഹിയറിങ്ങിനായി കാത്തിരുന്നു. കോടതി മുറിയിൽ അർജുൻ ഒരാളെ കണ്ടു. അത് ദൈവമായിരുന്നു. നിനക്ക് രണ്ടാമത്തെ ഒരു അവസരം ഞാൻ തരാം, തെറ്റുകൾ തിരുത്താനായി, ദൈവം പറഞ്ഞു. അനു അർജുനെ പ്രപ്പോസ് ചെയ്ത ആ സമയത്തിലേക്ക് തിരിച്ചു പോകാൻ ഒരു ടിക്കറ്റ് ദൈവം കൊടുത്തു. പക്ഷെ 3 കണ്ടീഷൻ. ടിക്കറ്റ് എപ്പോഴും കൂടെ വേണം, ആരും കാണരുത്, സത്യം പറഞ്ഞാൽ അപ്പം മരിക്കും. രണ്ടാമത്തെ അവസരത്തിൽ അർജുൻ അനുവിനെ റിജക്റ്റ് ചെയ്തു. പക്ഷെ അനു അപ്പോഴേക്കും സൈഡ് ചിക്ക് തന്നെ. അവൻ ആഗ്രഹിച്ച പോലെ മീരയുടെ അടുത്തു. പക്ഷെ അനു മറ്റൊരാൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയെന്നറിഞ്ഞപ്പോൾ അവന് പൊസസീവ് അടിച്ചു. നഷ്ടബോധം തോന്നി. അനുവിൻ്റെ അച്ഛൻ എന്തിനാണ് ആ ഫാക്ടറി തുടങ്ങിയതെന്ന് മനസ്സിലായപ്പോൾ അർജുൻ ജീവിതത്തിന് വാല്യൂ തിരിച്ചറിഞ്ഞു. അവൻ അനുവിനെ സ്നേഹിച്ചിരുന്നു, പക്ഷെ അവളെ മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കുമ്പോഴേക്കും വൈകിയിരുന്നു. അർജുൻ അനുവിൻ്റെ ഒപ്പം ഒരു അടിപൊളി ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തു. അന്ന് തന്നെ മീരയ്ക്ക് അവളുടെ പഴയ ലവർ തിരിച്ചു കിട്ടാൻ സഹായിച്ചു. അവരൊന്നായി. അർജുൻ പൊട്ടനുമായി. അവന് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. യഥാർത്ഥ ജീവിതത്തിലേക്ക് അവൻ മടങ്ങി. കോടതിയിൽ വെച്ച് കുറ്റബോധത്തോടെ അർജുൻ അനുവിനോട് മാപ്പ് ചോദിച്ചു. അനു അവനെ മനസ്സിലാക്കി. അവർ വീണ്ടും ഒന്നിച്ചു.